ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് എയർ ഫ്രയർ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ഗ്രില്ലാണ്. മൈ നെയിം ഈസ് സാലൻ. വെൽക്കം ടു മൈ ചാനൽ. ഫിഷ് ഗ്രിൽ ചെയ്യുന്നതിന് ആവശ്യമായി ക്ലീൻ ചെയ്തെടുത്ത 2 സീ ബ്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഫിഷ് ഗ്രിൽ ചെയ്യുമ്പോൾ ഫിഷ് ഇതുപോലെ ബാക്ക് ഓപ്പൺ ചെയ്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ മസാലകളെല്ലാം വളരെ എളുപ്പത്തിൽ ഫിഷിൽ പിടിക്കാൻ സഹായിക്കുന്നതാണ്. ഇനി ഇതിനാവശ്യമായ മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ഓയിൽ, 3 ടേബിൾ സ്പൂൺ വാളംപുളിയുടെ വെള്ളവും ചേർക്കുക. അതിനുശേഷം ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഫിഷ് ഗ്രില്ലിന് ആവശ്യമായിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ മസാല ഫിഷിൻ്റെ 2 ഭാഗങ്ങളിലും നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കാം. നിങ്ങൾക്ക് പോയി സീ ബ്രെയിൻ കിട്ടാനില്ലെങ്കിൽ വേറെ ഏത് ഫിഷ് വെച്ച് വേണമെങ്കിൽ ഇതുപോലെ ഫിഷ് ഗ്രില്ല് ചെയ്ത് എടുക്കാവുന്നതാണ്. പക്ഷേ സീ ബ്രെയിൻ വെച്ച് ഫിഷ് ഗ്രില്ല് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഇപ്പം ഞാൻ ഒരു ഫിഷ് മസാലയൊക്കെ പറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഫിഷും മസാല പറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഫിഷൊക്കെ അടിപൊളിയായിട്ട് മസാലയൊക്കെ പറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറഞ്ഞത് ഒരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് എയർ ഫ്രയർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി ഒരു ഫോയിൽ പേപ്പർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഫിഷ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഈ ഫിഷിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം എയർ ഫ്രയറിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ് സെറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഫിഷിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫിഷ് ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു ഫിഷ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി ഫിഷ് ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതെന്തായാലും ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് മന്തി റൈസ് കൂടെ ഉണ്ട്. അടിപൊളി ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.